പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ പ്രസിഡന്റുമായി പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. യു എ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ഇറാൻ ആക്രമണത്തെ പ്രധാനമന്ത്രി അപലപിച്ചു. ഇവരുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻസ്, അതീവ നിർണായകമായ കൂടിക്കാഴ്ച, മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഹ്രസ്വ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ രാജകീയ വരവേൽപ്പാണ് യു എയിൽ ലഭിച്ചത്. പ്രാദേശിക സമയം രാവിലെ 11:20 നരേന്ദ്രമോദി അബുദാബിയിൽ വിമാനം ഇറങ്ങിയത്. നരേന്ദ്രമോദി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാനിലേക്ക് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രസിഡന്റ് നേരിട്ടെത്തി സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വിമാനം യു എയുടെ വ്യോമാതിർത്തിയിൽ എത്തിയപ്പോൾ F-16 വിമാനങ്ങൾ, യു എയുടെ F-16 വിമാനങ്ങൾ അകമ്പടി സേവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് ഇപ്പോൾ യു എ പ്രസിഡന്റുമായി ഇപ്പോൾ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത്. കൂടിക്കാഴ്ചയുടെ നിരവധി കരാറുകളിൽ ഭാരതവും യു എയും തമ്മിൽ കരാറുകളിൽ എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഊർജ്ജ രംഗത്തെ സഹകരണം സംബന്ധിച്ചാണ്. യു എ ഒപ്പയ്ക്ക് നിന്ന് പിന്മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് കൂടുതൽ എണ്ണ നൽകാനും അല്ലെങ്കിൽ അതിനുള്ള വില, ഭാരതത്തിലേക്ക് നൽകുന്ന എണ്ണയുടെ വില സംബന്ധിച്ചുള്ള കരാറുകളൊക്കെയാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇറാൻ യു എക്കെതിരെ നടത്തി വന്നിരുന്ന ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപ്രധാനമായ നിരവധി കരാറുകളിലാണ് ഇപ്പോൾ ഭാരതവും യു എയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ 7 മണിക്കൂർ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും വളരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജകീയ വരവേൽപ്പാണ് ഇപ്പോൾ യു എ നൽകിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ചർച്ചകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും വെറും വളരെ മണിക്കൂറുകൾ മാത്രമുള്ള ഹ്രസ്വ സന്ദർശനമാണ്. എന്നിരുന്നാൽ അതിന് വളരെ തന്ത്രപ്രധാനമായ നിലയാണ് ഇതിനുള്ളത്. എല്ലാവരും ലോകം ഒറ്റുനോക്കുന്ന ഒരു സന്ദർശനമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. പ്രധാനമായും 45 ലക്ഷത്തോളം പ്രവാസികൾ, ഭാരതീയ പ്രവാസികളുള്ള രാജ്യമാണ് യു എ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള യു എ ഭാരതം തമ്മിൽ ഒപ്പുവെക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യൻ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ ഇപ്പോൾ ഇന്ധനം ലഭിക്കാത്ത സാഹചര്യമുണ്ട് ലോകരാജ്യങ്ങൾക്ക്. അതിനെല്ലാം ഈ സന്ദർശനത്തിൽ ഇപ്പോൾ ഇതിന്റെ കരാറുകൾ, ഇപ്പോൾ ഇന്ത്യയും ഭാരതവും ഒപ്പുവെക്കുന്ന കരാറുകൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കിയാണ്. അതിന്റെ വിശദാംശങ്ങൾക്ക് കുറച്ച് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും യു എ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം നോക്കിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി യു എ. ഇപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിൻസ് സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.